ആരാണ് ഈ സുനിൽ സ്വാമി എന്ന് കൂടി നമുക്കൊന്ന് വളരെ വേഗം ഒന്ന് പരിശോധിച്ചിട്ട് വരാം. സുനിൽ സ്വാമി എന്ന് പറയുന്നത് പാലക്കാട് ചേർപ്പുള സ്വദേശിയാണ്. ചേർപ്പുളശ്ശേരിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. സ്ഥിരതാമസം കൊല്ലത്താണ് സുനിൽ സ്വാമിയുടെ. കേരള, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ വലിയ വ്യവസായ സാമ്രാജ്യമൊക്കെ ഈ സുനിൽ സ്വാമിക്കുണ്ട്. TMT കമ്പനിയുണ്ട്. കശുവണ്ടി കയറ്റുമതി പ്രധാന വ്യവസായമാണ്. പക്ഷേ ഇദ്ദേഹം ഒരു കേസിൽ തുടർച്ചയായിട്ട് ആരോപണ വിധേയനായിരുന്നു കേട്ടോ. നിർമ്മാല്യം മുതൽ നടയടപ്പ് വരെ അയ്യപ്പനെ തൊഴുന്ന ഭക്തരാണ്. സുനിൽ സ്വാമി എന്ന പേര് നൽകിയത് അദ്ദേഹത്തിന് തികഞ്ഞ അയ്യപ്പ ഭക്തി കൊണ്ടാണെന്ന് പറയപ്പെടുന്നു. ശബരിമലയിലെ നിത്യപൂജാ ചെലവുകൾ വഹിക്കുന്നത് സുനിൽ എന്നുള്ള ഒരു പ്രചാരണമുണ്ട്. അത് കാരണം ദേവസ്വം ബോർഡിലെ പല ആളുകളും അദ്ദേഹത്തെ തടയാൻ ശ്രമിക്കാറില്ല. കോവിലിനടുത്ത് നിന്ന് ദർശനം നടത്താനുള്ള സാഹചര്യമൊക്കെ ഒരുക്കി കൊടുക്കും. ഗോശാല വഹിക്കുന്നതും സുനിൽ സ്വാമിയാണ്. അങ്ങനെ വഹിക്കേണ്ട ഉത്തരവാദിത്വമൊന്നും സുനിൽ സ്വാമിക്ക് ഇല്ല. കാരണം അതിനൊക്കെ ദേവസ്വം ബോർഡിന് വരുമാനമുണ്ട്. ബാർക്കോഴ വിവാദത്തിൻ്റെ സമയത്താണ് നമ്മൾ ഈ പേര് കേട്ടത്. അന്ന് ബാറുടമകൾക്ക് 5 കോടി രൂപ നൽകിയതായിട്ട് അന്ന് ആരോപണമുണ്ടായിരുന്നു. അതാണ് സുനിൽ സ്വാമിയെ വാർത്തകളിൽ അന്ന് നിറച്ചു നിർത്തിയത്. ശബരിമലയിലെ ഡോൺ ഹൗസിലെ 401ാമത്തെ മുറിയാണ് 10 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സുനിൽ സ്വാമി. സാധാരണ രീതിയിൽ അതിൻ്റെ ചട്ടമെന്ന് പറയുന്നത് ഡോണർ റൂമുകളിൽ സീസണിൽ 5 ദിവസം വരെ സൗജന്യമായി താമസിക്കാം. 5 ദിവസം, അതായത് നിങ്ങളുടെ ഒരു ഡോണർ റൂം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരു റൂം ഇപ്പോൾ ഡോണർ റൂമായിട്ട് ഒരു നിശ്ചിത പൈസ അടച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ ചിലവ് നിങ്ങളാണ് വഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഡോണർ റൂം നിങ്ങളുടെ പേരിലാണെങ്കിൽ നിങ്ങൾക്ക് 5 ദിവസം വരെ സൗജന്യമായിട്ട് സീസണിൽ അവിടെ താമസിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 10 ദിവസം വരെ വാടക അടച്ചും അതിനുള്ളിൽ തന്നെ താമസിക്കാം. അത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണം. ബാക്കി ഭക്തർ അവിടെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ഭക്തർക്കുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് സുനിൽ സ്വാമിക്ക് കുരുക്കായിട്ട് തീർന്നത്.